നമ്മൾ റിഫ്ലക്ഷനെ പറ്റി, റിഫ്ലക്ഷൻ്റെ നിയമങ്ങളെ പറ്റി, അത് പ്ലെയിൻ മിററിലും സ്ഫെറിക്കൽ മിററിലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എന്താണ് സ്ഫെറിക്കൽ മിറർ എന്നൊക്കെ നമ്മൾ ഇതിന് മുൻപത്തെ ടോപ്പിക്കുകളിൽ പ്രതിപാദിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോഴും ഇതിൻ്റെ ഒരു റേയുടെ ഡയറക്ഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെയൊക്കെ നമുക്ക് സൈൻ എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈൻ കൺവെൻഷനെ പറ്റിയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. സൈൻ കൺവെൻഷൻ, അതിനായിട്ട് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുക. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ സിസ്റ്റം. ഒരു സ്ഫെറിക്കൽ മിററിനെ സംബന്ധിച്ചിടത്തോളം പോളുണ്ട്. നമുക്കറിയാം പോൾ എന്ന് പറയുന്ന ഒരു സ്ഫെറിക്കൽ മിററിൻ്റെ പോളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സ്ഫെറിക്കൽ മിററിന് പോളുണ്ട്. പറയാണ് ഓൾ ദ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം പോൾ. എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്നാണ് അളക്കുക. ആരുടെ കാര്യത്തിൽ? ഒരു മിററിൻ്റെ കാര്യത്തിൽ. ഒരു ദർപ്പണത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന് വേണം അളക്കാനായിട്ട്. എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന്, ഇവിടുന്ന് ഇങ്ങോട്ട്, അവിടുന്ന് അങ്ങോട്ട്. ഓൾ ദ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം പോൾ. അതൊരു ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഓൾ ദ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഫ്രം ഒപ്റ്റിക്കൽ സെൻറ്റർ. ഒപ്റ്റിക്കൽ സെൻറ്റർ ലെൻസിൻ്റെ കാര്യത്തിൽ. മിററിൻ്റെ കാര്യത്തിൽ പോളിൽ നിന്ന്. ലെൻസ് ആണെങ്കിൽ അത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് വേണം അളക്കാനായിട്ട്. ഒന്നാമത്തെ നിയമമാണ് ഓൾ ദ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം പോൾ ഓഫ് ദ മിറർ ഓർ ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ദ ലെൻസ്. എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന്, അല്ലേ? ഓൾ ദ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം പോൾ. പോൾ ടു ദിസ് സൈഡ്, പോൾ ടു ദിസ് സൈഡ്. ഓൾ ദ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഫ്രം പോൾ. ഫ്രം ദിസ് ടു ദിസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ, അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് അത് പറ്റില്ല. പോളിൽ നിന്ന് ഇങ്ങോട്ട്, പോളിൽ നിന്ന് അങ്ങോട്ട്. അങ്ങനെയാണ് നമ്മൾ സാധാരണ എല്ലാ ഡിസ്റ്റൻസുകളും അളക്കുന്നത്. ഒന്നാമത്തെ കാര്യം. ഓൾ ദ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം ദ പോൾ ഓഫ് ദ മിറർ. അത് ലെൻസ് ആണെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ. ഒന്നാമത്തെ കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റത്തിൻ്റെ ഒന്നാമത്തെ നിയമം. 2, പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദ മിറർ ഓർ ലെൻസ് ഈസ് ടേക്കൺ ആസ് എക്സ് ആക്സിസ്. അല്ലേ? പ്രിൻസിപ്പൽ ആക്സിസ് പോളിനെയും സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും കൂടി കടത്തിവിട്ട് അതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു ലൈനിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻറ്റർ ഓഫ് കർവേച്ചറും പോളും, സെൻറ്റർ ഓഫ് കർവേച്ചറും പോളും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിനെ ശ്രദ്ധിക്കണം. ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് മിറർ, the principal axis of mirror or lens is taken as x-axis and the pole, മിററിൻ്റെ കാര്യത്തിൽ പോൾ, ലെൻസ് ആണെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ ആസ് ഒറിജിൻ. നോക്കൂ, ഇവിടെ പോള് ഒറിജിനോട് ഇക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. സോ ഈ സൈഡിലോട്ടുള്ളത് നെഗറ്റീവ് എക്സും ഈ സൈഡിലോട്ടുള്ളത് പോസിറ്റീവ് എക്സും. പ്രിൻസിപ്പൽ ആക്സിസിനെ എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഒപ്റ്റിക് സെൻറ്ററിനെ ലെൻസിൻ്റെ കാര്യത്തിൽ, മിററിൻ്റെ കാര്യത്തിൽ പോള് എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്? അതതിൻ്റെ ഒറിജിൻ, 0 0 ഒറിജിൻ. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടുള്ളത്, അല്ല ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് മൈനസ് എക്സും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് പ്ലസ് എക്സുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദിസ് ഈസ് പ്ലസ് എക്സ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് പ്ലസ് എക്സും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് മൈനസ് എക്സുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഫസ്റ്റ് കാര്യം, ഓൾ ദ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഫ്രം പോൾ ഓഫ് ദ മിറർ ഓർ ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ദ ലെൻസ്. രണ്ടാമത്, പ്രിൻസിപ്പൽ ആക്സിസിനെ എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. മിററിൻ്റെ കാര്യത്തിൽ പോളാണ് ഒറിജിൻ, പോള് ഒറിജിനോട് ഈക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ലെൻസിൻ്റെ കാര്യത്തിൽ ഒപ്റ്റിക് സെൻറ്റർ ആണ് എന്തിനോട് ഈക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒറിജിനോട് ഇക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. നമുക്ക് ഇൻസിഡൻറ്റ് ലൈറ്റ് വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഈ ഡയറക്ഷനിലാണ് ഇൻസിഡൻറ്റ് ലൈറ്റ് വരുന്നത്. ഈ ഡയറക്ഷനിൽ ഇത് എഗെയിൻസ്റ്റ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആണ്. ഡയറക്ഷൻ എഗെയിൻസ്റ്റ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷനിൽ വരുന്നതെല്ലാം ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്
ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷനിൽ വരുന്നതൊക്കെ പോസിറ്റീവും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതൊക്കെ നെഗറ്റീവും. സോ ഇൻസിഡൻറ്റ് ലൈറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ട്, ആ ഡയറക്ഷനിലുള്ളതൊക്കെ പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതൊക്കെ നെഗറ്റീവ്. എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന് വേണം അളക്കാനായിട്ട്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് അളക്കുന്നതൊക്കെ നെഗറ്റീവും ഇവിടുന്ന് അങ്ങോട്ട് അളക്കുന്നതൊക്കെ പോസിറ്റീവും ആയിരിക്കും. ഓക്കെ, അതാണ് മൂന്നാമത്തെ കാര്യം. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷനിലുള്ള മെഷർമെൻറ്റ്സ് എല്ലാം പോസിറ്റീവ്, ഓപ്പോസിറ്റ് ടു ഇൻസിഡൻറ്റ് ലൈറ്റ് നെഗറ്റീവ്. ദെൻ ദ ഹൈറ്റ് മെഷേർഡ് അപ്വേർഡ് ഫ്രം എക്സ് ആക്സിസ്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിൽ നിന്ന് മുകളിലേക്ക് അളക്കുന്നതൊക്കെ പോസിറ്റീവ്, എക്സ് ആക്സിസിൽ നിന്ന് താഴേക്ക് അളക്കുന്നതൊക്കെ നെഗറ്റീവ് പറഞ്ഞു. നമുക്ക് ഇതിനെ ഒന്നും കൂടി ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ഒരൊറ്റവായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഒന്നായിട്ട് നമ്മൾ പറയുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുമ്പോൾ എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന് വേണം അളക്കാൻ. അതൊരിക്കലും മറക്കരുത്. എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന് അളക്കണം. റേഡിയസ് ഓഫ് കർവേച്ചർ സെൻറ്ററിൽ നിന്ന് ഔട്ടറിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ല. എന്ത് പറയണം? പോളിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. പോളിൽ നിന്ന് വേണം എല്ലാ ഡിസ്റ്റൻസും അളക്കാനായിട്ട്. ഇനി എന്തു മാത്തമാറ്റിക്കൽ പ്രോബ്ലം വന്നാലും എന്തു തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ എല്ലാ ഡിസ്റ്റൻസും എവിടെ നിന്ന് അളക്കണം? പോളിൽ നിന്ന് അളക്കണം അല്ലേ. പോളിൽ നിന്ന് എവേ, പോളിലേക്ക്, അല്ലെങ്കിൽ പോളിൽ നിന്ന് എല്ലാം അളക്കണം. പോളിൽ നിന്ന് എവേ ആയിട്ട് വേണം അളക്കാനായിട്ട്. ഒരിക്കലും പോളിലേക്ക് അളക്കരുത്, പോളിൽ നിന്ന് വേണം അളക്കാനായിട്ട്. സോ പ്രിൻസിപ്പൽ ആക്സിസ്, ഇത് പോളാണ്, എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന് അളക്കണം. പ്രിൻസിപ്പൽ ആക്സിസിനെ നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ഇങ്ങോട്ടുള്ളത് പോസിറ്റീവ് എക്സ് ഒക്കെ പോസിറ്റീവ്, ഇങ്ങോട്ടുള്ളതൊക്കെ നെഗറ്റീവ്. അതായത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷനിലുള്ളത് പോസിറ്റീവ്, എഗെയിൻസ്റ്റ് ഇൻസിഡൻറ്റ് ലൈറ്റ്, ഓപ്പോസിറ്റ് ടു ഇൻസിഡൻറ്റ് ലൈറ്റ് നെഗറ്റീവ്. നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം, ഇത് പോസിറ്റീവ് എക്സ്, ഇത് നെഗറ്റീവ് എക്സ്. ഇതാണ് ഒറിജിനെ. ഒറിജിനിൽ നിന്ന് അങ്ങോട്ടുള്ളത് പോസിറ്റീവ്, ഇങ്ങോട്ടുള്ളത് നെഗറ്റീവ്. സോ ഈ മെഷർമെൻറ്റ്സ് എല്ലാം നെഗറ്റീവ്, ഈ മെഷർമെൻറ്റ്സ് എല്ലാം പോസിറ്റീവ്. അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്. ദിസ് ഈസ് ഓൾ അബൌട്ട് കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റം. ഇതാണ് കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റത്തെ പറ്റി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ.